അത് മേക്കപ്പ് ആകും. അതിങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം. അതായത് അപ്പുറത്തെങ്ങാനും മാറി അല്ലാതെ ഇന്റർവ്യൂ എല്ലാ വെള്ളിയാഴ്ചയും ഓരോ ബേസിൽ പടം. ഫാമിലി സ്റ്റാർ മാറ്റി മന്ത്ലി സ്റ്റാർ. 4 വർഷം കൂടുമ്പോ പറയുന്നതാണ് ഒളിമ്പിക്സ് സ്റ്റാർ. ഒരു മാറ്റം ഇല്ലല്ലോ. നസ്രിയ ചേച്ചി എവിടെ ഉണ്ടെങ്കിലോ ശരി, എല്ലാ പടത്തിലും ഒരേപോലെയാ. ടിവിയിലൊക്കെ അവതാരികയായിരുന്നു പണ്ട്. ഞാൻ ഇവനൊക്കെ എന്റെ പേരായി. നല്ല മാച്ചിങ് ആണല്ലോ. എനിക്ക് നല്ല സുന്ദരനായ ഭർത്താവ് ഭഗത് ഫാസിൽ. ബേസ്ലൈറ്റിനെ പറ്റി ഇപ്പൊ എല്ലാവരും പറയും പൊട്ടതെല്ലാം പൊന്നാക്കുന്ന വ്യക്തിയാണ്. എന്ന് വെച്ചാൽ അമ്മച്ചിമാരുടെ ആയാലും പൊന്ന് 50 കിലോ ഗോൾഡ് എനിക്ക് ഇതുവരെ വാരി തന്നെ. ഞാനെല്ലാം വാരി കഴിക്കാറ്. ഞാൻ നിങ്ങൾ രണ്ടുപേരും പ്രത്യേകനായിട്ട് നല്ലൊരു കോംബോ ഹിറ്റ് അടിച്ച ആൾക്കാരാണ് അല്ലെ? നീ പെങ്ങളും അപ്പൊ ഞാൻ അളിയനുമാണെങ്കിൽ നമ്മളാണോ? സ്വന്തം മൂവിയിൽ നസ്രിയ ചേച്ചിനെ നായികയാക്കോ? ഇല്ല, ആക്ച്വലി ഞാൻ ഒരു സിനിമ അങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു, ഡയറക്ട് ചെയ്യുന്ന സിനിമ. അതുകൊണ്ട് വേണ്ടത് കുറച്ചുകൂടെ നല്ല ആരെങ്കിലും കിട്ടിയിട്ട് ചെയ്യാം എന്നുള്ള അങ്ങനെ എഴുതുവേ. നീ ഉള്ളത് പറഞ്ഞേ. അതിന്റെ വേണ്ടി ചെറുതായി വരുമോ ബേസിലേക്ക്? അയ്യോ കുഞ്ഞുവാവ കുണുവാവ കുഞ്ഞുവാവ എന്റെ പൊന്നുവാവ താമര കണ്ണ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ കൂടെ ഉള്ളത് സൂക്ഷ്മ ദർശിനി എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട ബേസിൽ ജോസഫ്, നസ്രിയ, പൂജ ആൻഡ് മെറി. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. സോ ബേസിലേട്ടാ സുഖാണോ? സുഖായിട്ട് ഇരിക്കുന്നു. നമ്മൾ ഇതിനു മുന്നേയും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ഏറ്റവും എന്താ പറയാ, ഇപ്പം മലയാളത്തിൽ ഒരുപാട് നടന്മാരെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇല്ല പേടിക്കണ്ട, അങ്ങോട്ടേക്കല്ല. പക്ഷെ ഒരു മലയാളം ആക്ട്രസിന് എന്റെ ഫേവറേറ്റ് എവിടെ ചോദിച്ചാലും ഞാൻ പറയുന്നത് നസ്രിയ ചേച്ചി. ബേസിൽ പാവം പ്രതീക്ഷിച്ചിരിക്കും. എന്റെ പേര് വിളിച്ചിട്ട് തുടങ്ങിയത് അതെ ബേസിലേട്ടാ. അതായത് ഞാൻ മുന്നേ ഇന്റർവ്യൂ നമുക്കൊരു ഇതുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴേ. അല്ല, കഴിഞ്ഞ ഇന്റർവ്യൂ പറയണ കേട്ടു ബേസിലായിട്ട് കുറെ ഫാൻസ് അങ്ങനെയൊക്കെ. ഞാൻ ചേച്ചിയുടെ ഭയങ്കര ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ പടം. നേരായാലും നിനക്ക് ഫാൻസ് ഇല്ലേന്നതാ? അതെ, കാണൂ എന്ത് ബ്യൂട്ടിഫുൾ. അസോസിയേഷൻ തുടങ്ങി. അസോസിയേഷൻ ഇല്ലാത്ത ഭയങ്കര വിഷമമുണ്ട്. നിനക്ക് അസോസിയേഷൻ ഉണ്ടോ? ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാറില്ല. ഞാൻ പാറശാലയിൽ എന്തോർണം ഐ ഹേർഡ് സംതിങ്. പാറശാല ബേസിൽ അസോസിയേഷൻ ഉണ്ട്. അതല്ല, കേക്ക് അന്ന് ഓംശാനയില് ചേച്ചിയുടെ യൂണിഫോം ഒക്കെ ഇല്ലേ, ഭയങ്കര. ഞാൻ ആ സ്കൂളിലൊക്കെ പഠിക്കണം. കോലഞ്ചേരിയിലുള്ള സ്കൂളാണ്. ഞാൻ അതുവരെ കണ്ടുപിടിച്ചു. പക്ഷെ ഞാൻ സ്കൂളിലല്ലാട്ടോ പഠിച്ചത്. നമ്മൾ ആക്ച്വലി ഈ പടത്തിന് ദർശനിക്ക് അതേ സ്കൂളിൽ ഷൂട്ട് ചെയ്തു, ഒരു സ്വിമ്മിംഗ് പൂൾ ഏരിയയില്. പൂളിനോ ഒരു മറ്റേ അവിടെ ഷോർട്ട് ഫോർ സൂക്ഷ്മ ദർശിനി. ആ സമയത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ തൊട്ടേ എന്റെ ഫാൻ. വീണ്ടും ഒരു കിളവിയാക്കിയത്. ഞാൻ ആ സമയത്ത് സ്കൂളിലൊക്കെ. നീ മറ്റേ ടിവിയില് നസ്രിയ പരിപാടി ചെയ്യുമ്പോ ജനിച്ചിട്ടില്ലായിരിക്കും അല്ലേ? ടിവിയിലൊക്കെ അവതാരികയായിരുന്നു പണ്ട്. അതില് എന്താ ഞാൻ UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ്.
ഓക്കേ അപ്പം മൂവിങ് ഓൺ. നസ്രിയ ചേച്ചിയുടെ ബോഡി ഗാർഡ് ആയിട്ടാണല്ലോ Black Cats, my Black Cats. എല്ലാവരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ബേസിലെ 3 എന്നെയും കൂടെ കൂട്ടി 4 പെൺകരുത്തുകളാണ് ചുറ്റിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു കൺഫ്യൂഷൻ തീർക്കണമേ. ഞാൻ അത് പറഞ്ഞു, വേറെ ആരും ഇല്ല. സിദ്ധാർത്ഥേട്ടനോ അല്ലെങ്കിൽ ഇവരാണോ നിങ്ങൾ ഉദ്ദേശിച്ച ഗേൾസ്? ആരെങ്കിലും കൂടെ പിടിച്ചിരുത്തി കൂടായിരുന്നു, അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടെ ടീമപ്പായ ഒറ്റപ്പെട്ടു പോകും. How can you say we're not അല്ലെങ്കിൽ തന്നെ ഇവളെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇവളുടെ കൂടെ ആൾക്കാരും കൂടെ കൂടിയാ പിന്നെ നോക്കണ്ട. എല്ലാ ഇന്റർവ്യൂലും ഞാൻ തോറ്റിരിക്കുക ഇപ്പൊ. എല്ലാ ഇന്റർവ്യൂവിലും നസ്രിയ ചേച്ചിയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിലങ്ങ് നമുക്ക് കിടത്തി വെട്ടാം. ഈ ലുക്കൊക്കെ കിടത്തിയിട്ട് അങ്ങ് വെട്ടാന്നോ? ഇതാ ഞാൻ പറഞ്ഞു, എനിക്ക് ഫാൻസ് അസോസിയേഷൻ വേണ്ട. നല്ല ഒരു നമുക്ക് ഇന്ന് കിടത്തി അങ്ങ് വെട്ടാം. ഇങ്ങനെ വേണം ഫാൻസ്. സ്കൂളിൽ വരെ പഠിച്ചു എന്നെ വളർത്തുന്നതായിരിക്കും. സ്കൂളിൽ പോയിട്ടില്ല അപ്പൊ നീ ഇങ്ങനെ എഡ്യൂക്കേഷൻ ഷെയ്മിങ്ങും ചെയ്തോണ്ട് നടന്നു ആൾക്കാരെ. അന്നാ വിവരോ നിന്റെ പുതിയതാ അത്, എഡ്യൂക്കേഷൻ ഷെയ്മിങ്. എഡ്യൂക്കേഷൻ ഷെയ്മിങ്. ഓക്കെ, ഈ ലുക്കൊക്കെ ഏത് പടത്തിന് വേണ്ടിയാണ്? ഒരു ഡിഫറെന്റ് ലുക്ക്. ഇതിപ്പോ ഇതിന്റെ പ്രൊമോഷൻ മൊത്തത്തില് ഹെയർ സ്റ്റൈലും നല്ല ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ പുതിയതുള്ളതുകൊണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ചെറുതായി വരുമോ ബേസിലേക്ക്? ഇങ്ങനെ ചെറുതായി പോവല്ലേ? കുണുവാവേ കേക്കണ്ടത്. ഏത് പടത്തിന്റെ മേക്ക് ഓവർ ചെയ്ത്? മരണമാസ്. ഓ, മുടി മരണമാസിന്റെ അല്ല, അത് വേറെ റിയൽ ലൈഫ് മാസ്. ഇതെന്ത് കട്ടാ? ഇതിന്റെ കട്ട് ബസ് കണ്ടക്ടർ കട്ട്. ബസ് കട്ട്. കണ്ടക്ടർ ആഡ് ചെയ്യണം. ബസ് കട്ട്. അതിന്റെ ഒപ്പം തന്നെയാണ് ഇവിടെ ഒരു വെട്ട്. അത് മരണമാസിലെ വെട്ട. അത് മരണമാസിലെ വെട്ട. ഓക്കെ, ഇനി സൂക്ഷ്മദർശിനി. ആ മൂവി ഇടയ്ക്കിടയ്ക്ക് ഒരു സൂക്ഷ്മദർശിനി. എനിക്ക് ആദ്യത്തെ കുറച്ച് ദിവസം അങ്ങനെയായിരുന്നു. ഭയങ്കര പാടൊന്ന് പ്രൊണൗൺസ് ചെയ്യാൻ. എങ്ങനെയാണ് ഈ സൂക്ഷ്മദർശിനിന്റെ അർത്ഥം എന്താണെന്നറിയോ? മറ്റേ ഇതാണോ, മാഗ്നിഫൈങ് ഗ്ലാസ് ആണോ? എല്ലാരും നിന്നെ പോലെ പ്രിപ്പയർ ചെയ്യാതല്ല പണിക്ക് ഇറങ്ങുന്നത് കേട്ടാ. അറിയാം. തെലുങ്ക് വേടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ പേര് ഇൻ തെലുഗു ഓൾസോ സൂക്ഷ്മദർശിനി മീൻസ് ദ സെയിം. ഓക്കെ, അങ്ങനെ കുറെ കമന്റ്സ്. ലാംഗ്വേജ് എനിക്ക് അറിയാവുന്നേ. ഞാൻ തെലുഗു പഠനം ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് സൂക്ഷ്മദർശിനിയിലെ തെലുങ്ക് അതാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? സൂക്ഷ്മദർശിനിയൊന്നും റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമല്ല. വിവേക് ആത്രേയ ആന്റിയുടെ ഡയറക്ടർ, he understood immediately. ഞാൻ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓ സൂക്ഷ്മദർശിനി അതാണ് മീനിങ് ഇൻ. സൂക്ഷ്മദർശിനി എന്ന് എനിക്ക് പറയുന്നത്, എനിക്ക് തോന്നുന്നു സംസ്കൃതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ബേസിക്കലി അതാ എനിക്ക് തോന്നുന്നു പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല, പക്ഷെ അതുകൊണ്ടായിരിക്കും എല്ലായിടത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് വന്നത് അത് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇവനൊരു ഓപ്പർച്യൂണിറ്റി നിലവാരം വളരെ. ഞാൻ കുറച്ചേരം കുറച്ചു മുന്നേ ബൂസ്റ്റിനെ ചളിന്ന് പറഞ്ഞ ആളാണ്, അതിലും വലിയത് വാരി. ഇവിടെ ആരാ ഇവിടെ വിളിച്ചിരിക്കുന്നത്? ഇവിടെ ടീം മാറി മാറി കളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ആ തോണിയിലും ഈ തോണിയിലും ഞാൻ തുഴയൂന്ന്. നമ്മള് സിനിമയില് ഇനി കൊള്ളാക്ക് കഥ പറയാം. കഥ പറയുന്നില്ല, സോറി. ഓ ഗോഡ് ഹെക്ടിക്. നിങ്ങളെല്ലാരും എങ്ങനെയാണ് ഇങ്ങനെ ഈ സിനിമയിലേക്ക് വന്നത് എങ്ങനെയാണ്? ഇവൻ സിനിമയിലേക്ക് വരാതിരിക്കാൻ ഞാൻ ഒരുപാട് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ കമന്റ്സ് മൊത്തം ഉണ്ടല്ലോ, ഓ ക്യൂട്ട്നെസ് ആയിട്ടുള്ള നസ്രിയ ആൻഡ് ബേസിൽ ഞങ്ങൾ. എനിക്ക് ക്യൂട്ട്നെസ് ഉണ്ട്, നിനക്ക് വെറും ബേസിൽ. അതെ, കാത്തിരുന്ന കോംബോ ആണ് ഇത്. എവിടെ പോയി കിടക്കായിരുന്നു ഇങ്ങനെ ഒരു പടം പിടിക്കാനൊക്കെ ആയിട്ടെന്നൊക്കെ ഒരുപാട് കമന്റ്സ് ഒക്കെ. അത് നിങ്ങൾ വായിച്ചിരുന്നോ? വായിച്ചിരുന്നു, പക്ഷെ ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചു. ഇവന്റെ കൂടെ അല്ലേ പറഞ്ഞത്? അല്ലല്ല, വായിച്ചിരുന്നു. സോ ഇറ്റ് വാസ് ആക്ച്വലി ക്വൈറ്റ് എക്സൈറ്റിംഗ്. ഞാൻ ആക്ച്വലി ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഓക്കെ, ലൈക്ക് ഓ വാവ് ദിസ് കോമ്പിനേഷൻ ഇൻട്രസ്റ്റിംഗ് കാണണം എന്നുള്ള എക്സൈറ്റ്മെന്റ് വാസ് ഫൺ. അല്ല, സിനിമയിൽ പക്ഷെ അങ്ങനത്തെ അങ്ങനെ ഒരു കോമ്പിനേഷൻ അല്ല. നമ്മുടെ കെമിസ്ട്രി ആക്ച്വലി ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് കെമിസ്ട്രി, പക്ഷെ വേറെ ഇതേ അല്ല. ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് അല്ല. നമ്മളൊരു പെയറൊന്നും അല്ല ഇതിന്റെ അകത്ത്. പെയറും അല്ലേ? അല്ലേ
ഞാൻ ഇവനൊക്കെ എന്റെ പേരായിട്ട് നല്ല മാച്ചിങ് ആണല്ലോ. ഇപ്പൊ എനിക്ക് നല്ല രസമുണ്ട്. എനിക്ക് നല്ല സുന്ദരനായ ആ സുന്ദരനായ ഭർത്താവ് ഫഹദ് ഫാസിൽ. അതിനേക്കാൾ സിനിമയിലെ കാര്യം പറഞ്ഞു, ക്യാരക്ടർ ദീപക്കാണ്. ഓക്കെ. ഇതിനെന്താ there is definitely a nice chemistry going on എന്റെ ക്യാരക്ടറും ബേസിക്കൽ ക്യാരക്ടറും. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കെമിസ്ട്രി ആയിരിക്കില്ല. പക്ഷെ അത് നല്ല രസമാണ് ആക്ച്വലി, വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ അതാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു വിചാരിച്ച എന്താണെന്നോ, ബേസിലേറ്ററിന്റെ കുറച്ച് റൊമാൻസ് ആയിട്ടുള്ള റൊമാൻറ്റിക് എക്സ്പ്രഷൻസും നസ്രിയ ചേച്ചിയുടെ ക്യൂട്ട്നെസ് എക്സ്പ്രഷൻസും അതൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നു? എന്താ പറഞ്ഞത്? ചേച്ചിയുടെ എക്സ്പ്രഷൻസും ക്യൂട്ട്നെസ്സും ഇവൻ കേട്ടിട്ടില്ലോ. ഇവൻ ചില സമയത്ത് ഇതൊക്കെ പറയൂലേ ഹീൽസ്. അപ്പം ഞാൻ ഇന്നലെ ഒരു ബന്ധമില്ലാത്ത ആൻസർ ഒക്കെ പറയും. ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കും. ഇത് പക്ഷേ ഇല്ലേ ചേച്ചി ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ ഇതിന് മുന്നേ 2 ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഭയങ്കര എന്റെ തലയിലേക്ക് ഇത് ഫാനൊന്നും ഇത് എന്തോ പണി തരാൻ വന്നതാന്ന് എനിക്ക്. പണ്ടൊക്കെ ബേസിൽ ചേട്ടൻ മര്യാദക്ക് ഇരുന്ന് സംസാരിക്കായിരുന്നു. ചേച്ചി വന്നതിന് ശേഷമാണ് കുറച്ചു മുമ്പ് എന്നെ വെട്ടി കട്ട് ചെയ്ത് എന്തോ ചെയ്യണം എന്ന് പറഞ്ഞു. ആക്ച്വലി എന്റെ ഫാനാണ്. ഞങ്ങൾ റോ ഏജന്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നു. അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ബേസിലേട്ടന്റെ കുറച്ച് റൊമാൻറ്റിക്കും നസ്രിയ ചേച്ചിയുടെ കുറച്ച് റൊമാൻസും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇതിൽ പേരേ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ നാട്ടിൽ ഇത് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്ടിങ് ഇനി തരാന്ന് അടുത്ത നമ്പർ പ്ലാനിങ് ടു ക്വിറ്റ് ആൻഡ് ഗോ എനിവെയർ. ഓക്കെ, പൂജ ചേച്ചി ആദ്യം ഫഹദ് ഇക്കയുടെ ഒപ്പം ആക്ട് ചെയ്തു. ഇപ്പൊ നസ്രിയയുടെ ഒപ്പം ആക്ട് ചെയ്തു. നന്നായിരുന്നു. എനിക്ക് എന്തോ ഇറ്റ്സ് നോട്ട് മൈ ഡേ. വെറുതെ ഞാൻ ഇവിടെ പാവം പോലെ ഇരിക്കുന്ന എന്റെ തലയിലേക്ക് എല്ലാം വന്നു. എന്തോ അർത്ഥം വെച്ച് പറയുന്നത് മനോഹരമായിരുന്നു. അല്ല എന്താ വെച്ചാൽ രണ്ടുപേരും നല്ല വ്യക്തികളാണ്. അപ്പൊ നമ്മള് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മളായിട്ട് കഷ്ടപ്പെടേണ്ട. അവരെന്നെ നമ്മള് അടുത്ത് വന്ന് ഭയങ്കര ജോളി ആയിട്ട് സംസാരിക്കും. അപ്പൊ പിന്നെ ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ അപ്പൊ തന്നെ ബ്രേക്ക് ആവും. അപ്പൊ അങ്ങനെ നസ്രിയ ആണെങ്കിലും ഫഹദ് ആണെങ്കിലും ഒരേപോലെയാണ് ആ കാര്യത്തില്. ഭയങ്കര എനർജറ്റിക് ആണ്. ഓക്കെ, എനർജറ്റിക് ഫഹദിന്റെ എനർജി വേറെയാണ്, എന്റെ എനർജി വേറെ തന്നെയാണ്. പക്ഷെ ഇത് ഓഫ് ആക്കാൻ ഇത്തിരി പാടാ തുടങ്ങി. ഫഹദിക്കത് ഭയങ്കര എളുപ്പത്തില് അല്ലേ? ഡീസന്റ് ആണ് മൊത്തത്തിൽ. ആ വേർഡിന്റെ അർത്ഥമേ ഇവൻ അറിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഡീസെന്റ് എന്താ ബേസിലേടെ പറ. വേർഡിന്റെ അർത്ഥം ഇവനല്ലാത്ത സാധനം. ചുമ്മാ പറഞ്ഞാണ് ഗൈസ്, നല്ല ജെന്റിൽമാൻ ആണ്. ഓക്കെ, മെറിൻ ചേച്ചി, മെറിൻ ചേച്ചിയുടെ എല്ലാ ഫാൻസ് കുറെ ഫാൻസ് ഉണ്ടല്ലോ ചേച്ചിക്ക്. അല്ല, കുറച്ചു പേരൊക്കെ ഉണ്ട്. അസോസിയേഷൻ ഇല്ലെന്നുള്ള പക്ഷെ മെറിൻ ചേച്ചി എന്ന് വിളിക്കണ്ട, കുറച്ച് പ്രായം കൂടുന്നതല്ലേ മെറിൻ വിളിച്ചാൽ. ഓ, ഈ ഇന്നത്തെ ഇതില് എനിക്ക് എന്നെ മറ്റേ എന്തോ കിളവിയാക്കി വെച്ചിരിക്കുക. ഇതിലും കൂടുതൽ പ്രായം ആർക്കും ഇന്ന്. നസ്രിയ ചേച്ചിയോട് ഇരിക്കുമ്പോ നീ ചേച്ചിയല്ല കുഴപ്പമില്ല. ഓക്കെ, പറഞ്ഞു മുത്തപ്പ. അതെ, മെറിൻ തന്നെ വിളിക്കാം. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ് പക്ഷെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് മെറിൻ എന്നാണ്. സത്യമായിട്ട് എനിക്കത് അറിയില്ലായിരുന്നു. ഇത്രയും കണ്ടിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ബാക്കി കേക്കട്ടെ. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണെന്നാണ്. ഇപ്പൊ ഞാൻ ഒരുപാട് ഇങ്ങനെ കമന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ വായിച്ച് തപ്പി പറക്കൂലോ, അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ അങ്ങ് തപ്പി 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 ഒരു കമന്റ് എന്നെ കുറിച്ച് പറയുന്നത് മറക്കരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞ എന്റെ കൂടെ കൂടിക്കോ. ഞാനാണെങ്കിൽ കൂടെ ഒന്നും ചതിക്കൂല. ആദ്യമേ പറഞ്ഞു ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തപ്പോ എനിക്കിട്ടില്ലേ? ഞാൻ എപ്പോ സപ്പോർട്ട് ചെയ്തു? ഇന്നേവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓ, ഇവനെ കൊണ്ട് ഈ പരിപാടി കലാപരിപാടി നടക്കുന്നു. എനിക്ക് നിങ്ങളെ 4 പേരെ കൊണ്ട് ഇത് മുന്നോട്ടേക്ക് എല്ലാം എന്റെ കറങ്ങി തിരിഞ്ഞ് എന്റെ തലയിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ മെറിന്റെ പാവം മെറിനൊരു ഉത്തരം പറഞ്ഞോട്ടെ, ഒന്നും മിണ്ടാതിരിക്കുക. കൊറേ നേരായി എന്റെ ചെവി ഒരു സൈഡ് അടിച്ചു പോയിട്ടുണ്ട്. എങ്ങനെയാണ് മൂവീസ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്? ഭയങ്കര ചൂസി ആണോ അതോ ഓരോ സ്ക്രിപ്റ്റുകളൊക്കെ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഇല്ല, സെലക്ട് ചെയ്യാറില്ല. അങ്ങനെ ചൂസ് ചെയ്യാൻ മാത്രമൊന്നും ഫിലിംസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. ഒരു പണിയില്ലാണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് നല്ല നല്ല സിനിമകൾ വന്നിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാനത് സ്റ്റൈലിഷ് ആയിട്ട്
ഇതിലേക്ക് എങ്ങനെയാണോ എൻട്രി? ഇത് അഞ്ചക്കള്ളക്കോക്കന്റെ പ്രൊമോഷൻസ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ട്വിങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു AD ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം ട്വിങ്കിളുമായിട്ട് ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്വിങ്കിൾ ആണെന്ന് തോന്നുന്നു ഈ ടീമിന് എന്നെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടാണ് കയറിയത്. ഓക്കെ. ആൻഡ് നസ്രി ചേച്ചിനെ പറ്റി ഞാനൊരു നിമിഷം ആന്റിന്ന് വിളിക്കാൻ വരുവാണോന്ന്. അല്ല, ഞാൻ ഈ ചേച്ചിനെ നസ്രിയ ആന്റി അല്ല റെസ്പെക്ട് കൊടുക്കുന്നതാണ് നമ്മൾ. ചേച്ചി ചേട്ടൻ മറ്റേ അങ്ങനെ ആണല്ലോ, അല്ലാതെ നിന്നെ വെറുതെ ബേസിൽ തന്നെ വിളിച്ചേ. അല്ല ബേസിൽ ഏട്ടനെന്ന് വിളിച്ചത്. ആളുള്ളിടത്ത് ഇപ്പം ചേച്ചിയായാലും കല്യാണ ശേഷം കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് മൂവീസ് ഒക്കെ ഗ്യാപ്പിന്റെ ചോദ്യം വന്നു. ബ്രേക്ക് എടുക്കുന്നു, കം ബാക്ക്, ഇതൊക്കെയാണ് ഇല്ല. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കുറച്ച് നാള് ഫിലിമിൽ സജീവ അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ലവ് ഉണ്ടല്ലോ കുറച്ച് കുറയുമല്ലോ. അതുകൊണ്ട് ഇവൻ മാസം മാസം പടം ചെയ്യുന്നത് ലവ് കുറയുമെന്ന്. എല്ലാ മാസവും ഉണ്ട് പടം. ഭയങ്കര ടെൻഷൻ. അയ്യോ എന്റെ ലവ് എന്നെ കണ്ടില്ലെങ്കിൽ അവൻ മറന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഓരോ ബേസിൽ പടം. മന്ത്ലി സ്റ്റാർ, ഫാമിലി സ്റ്റാർ മാറ്റി മന്ത്ലി സ്റ്റാർ. ഓൾറെഡി അടിച്ച 4 വർഷം കൂടുമ്പോ പറയുന്നത് ഒളിമ്പിക് സ്റ്റാർ. എല്ലാ 4 വർഷം കൂടുമ്പോ വരും. എനിക്ക് അങ്ങനെ വന്നാ മതി. അങ്ങനെ വന്നാലും ഒരു മാറ്റം ഇല്ലല്ലോ. നസ്രിയ ചേച്ചി എവിടെ ഉണ്ടെങ്കിലും നസ്രിയ ശരി, എല്ലാ പടത്തിലും ഒരേപോലെയാ. ഞാൻ അയക്കുവെച്ച് കരക്ക് എത്തിക്കാൻ നോക്കുമ്പോ ഇതൊന്ന് ആരെങ്കിലൊക്കെ തരും. അപ്പം എപ്പോഴും ആ ഒരു എന്താ പറയുക ഒരു ലൈവായിട്ട് ഇപ്പൊ ഏത് പടത്തിൽ സക്സസ് സെലിബ്രേഷൻ ആയാലും ഏതെങ്കിലും വീഡിയോസിലൊക്കെ ആയാലും എന്തെങ്കിലുമൊക്കെ കുറുമ്പൊക്കെ കാണിച്ചു നടക്കുന്ന എപ്പോഴും വീഡിയോസിലൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ആ ഒരു സജീവമായ ഒരുപാട് ആക്ടിവിറ്റീസ് എപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? ഈ ആൾക്കാരുടെ ഒരു സ്നേഹവും ഇതെല്ലാം കാണുമ്പോൾ ചേച്ചി എവിടെ പോയാലും നസ്രിയ ഇടയ്ക്കൊക്കെയാണ് മൂവീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ലൈവ് ആയിട്ട് എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഐ തിങ്ക് ഐ എം ബ്ലെസ്ഡ്. അതിൽ ആ രീതിയില് ഐ തിങ്ക് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഞാൻ ബ്ലെസ്ഡ് തന്നെയാണ്. ലൈക്ക് 4 വർഷം എന്ന് വെച്ചാൽ അത് ഒരിക്കലും പ്ലാൻഡ് ആയിട്ടുള്ള ബ്രേക്സോ ഗ്യാപ്സോ ഒന്നുമല്ല. പക്ഷെ ഇറ്റ് ഈസ് ടേക്കിംഗ് ടൈം. ഞാനൊരു അടുത്ത പ്രോജക്റ്റിലേക്ക് കയറി അത് പുറത്ത് വരാന്നുള്ളത് ഇറ്റ് ഈസ് ടേക്കിംഗ് ടൈം. അപ്പോഴും ഈ ലവും ഇതും ഇല്ലാഞ്ഞിട്ട് പോലും എന്ന് വെച്ചാൽ ഈവൻ വെൻ ഐ എം നോട്ട് ഡൂയിങ് ഫിലിംസ് കണ്ടിന്യൂസ്ലി ഐ ഫീൽ ഇറ്റ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് ബേസിലേട്ടാ എന്റെ ഇംഗ്ലീഷ് പറഞ്ഞോണ്ടാ ഒന്നുമില്ല. ഓ വെറുതെ ഒന്നും നോക്കാൻ പോലും പറ്റൂലേ. ഉത്തരം പറയുന്നത് കണ്ടോണ്ടിരുന്നതായിരിക്കും. ബേസ്ലൈറ്റിനെ പറ്റി ഇപ്പൊ എല്ലാരും പറയും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന വ്യക്തിയാണ്. എന്ന് വെച്ചാൽ അമ്മച്ചിമാരുടെ ആയാലും പൊന്ന് 50 കിലോ ഗോൾഡ് കുറച്ച് കാശിന് ആവശ്യമുണ്ട്. നമ്മുടെ നിലവാരം വളരെ മോശമായിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ പറയട്ടെ, പറഞ്ഞു സമ്മതിക്കുമെങ്കിൽ എല്ലാരും പറയുന്നത് എന്താ ഇപ്പൊ അമ്മച്ചിമാരായാലും ആന്റിമാരായാലും ഫാമിലി ഓഡിയൻസിനെ മൊത്തത്തിൽ കയ്യിലെടുത്തേക്കാണ് ബേസിലേട്ടൻ. ബേസിലേട്ടന്റെ ഒരു മുഖം ഒരു പോസ്റ്ററിൽ കണ്ടാൽ മതി, ഓക്കെ ഓടിത്തള്ളു. അമ്മച്ചിമാര് മാത്രമേ നിർത്തുള്ളൂ. അല്ല അങ്ങനെ ഞാനും നമ്മളൊരു ടീമായതല്ലായിരുന്നു. ഇവളെ കുടിച്ച വെള്ളത്തിൽ ചതിക്കും. ഞാൻ നിന്നെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ഇതൊക്കെ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ഫാമിലി ഐക്കോണിക് ഒന്നും പറഞ്ഞു വന്നിരിക്കും. ഞാൻ മിക്കവാറും ഇവിടെ കിട്ടിയത് ഇല്ല പറഞ്ഞു എന്താണ് അപ്പൊ മൈക്കൂരട്ടെ കഴിഞ്ഞ. എനിക്ക് ഇനി വീണ്ടും ക്വസ്റ്റ്യൻ പഴയതൊക്കെ ബ്രഷ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ ഐക്കോണിക് സ്റ്റാർ അല്ലെങ്കിൽ ഫാമിലി സ്റ്റാർ ഒക്കെ ആയി. ഐക്കോണിക് സ്റ്റാർ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാനും കേട്ടിട്ടില്ല. ഐക്കോണിക് സ്റ്റാർ എന്ന് പറയുന്നുണ്ട്. അവിടെ വേറെ ആൾക്കാരുണ്ടെന്ന് ഇവിടെ. ഫാമിലി സ്റ്റാർ ഫാമിലി സ്റ്റാർ. ഐക്കോണിക് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ലെവല് അത്രയൊന്നുമില്ല. ഓ സമ്മതിച്ച് എന്തെങ്കിലും. ഓക്കെ. അപ്പൊ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ ബേസിൽ ജോസഫിന്റെ പടത്തിന് ഒരു എന്താ പറയാ ഒരു ഗ്യാരണ്ടി ആണ് പടം കാണാൻ എന്നൊക്കെയാണ് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ചേട്ടൻ എന്ത് തോന്നുന്നു? താങ്കൾ പൊളിയാണെന്ന് സന്തോഷം. അത്രക്ക് മുഖത്ത് അല്ല, അപ്പൊ അത് കാരണം കുറച്ചുകൂടെ പ്രഷറുണ്ട്. ഇനി അത് എല്ലാം ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാനുള്ള ഒരു പ്രഷറുണ്ട്. അത് നമ്മളെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട്. ഈ കൂടുതൽ ഇനി സെലക്ട് ചെയ്യുമ്പോഴും
ചെയ്യുമ്പോഴൊക്കെ ഇനി വേറെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, പുതിയ നല്ല കുറച്ച് സിനിമകൾ കുറച്ചുകൂടെ നന്നായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതൊക്കെ അതിനുള്ള പ്രഷറുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവളൊക്കെ എന്റെ കൂടെ ഒന്ന് അഭിനയിക്കുന്നത്. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ വെറും അവന്റെ തെറ്റിദ്ധാരണ ഇത്. ഇവൻ കാരണമേ അല്ലെന്ന്. ഇവനായിരുന്നു ഒരു റീസൺ. ഞാൻ ആലോചിച്ചായിരുന്നു ഇത് കമ്മിറ്റ് ചെയ്യണമെന്ന്. അല്ല, നിങ്ങൾ ഇതിന് ഈ ഫിലിം ഷൂട്ടിങ്ങിന്റെ സമയത്തല്ലേ നിങ്ങൾ ഇത്രയും കമ്പനി ആവുന്നതും ഇത്രയും ഒരു കെമിസ്ട്രി ഒക്കെ വരുന്നത്? ഇതിന് മുന്നേ നിങ്ങൾ അങ്ങനെ അധികം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്ന് മിസ്സായി പോയി. നന്നായി. ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പം കാണും ഗോഡ് നോസ് ശരിയാവൂലെന്ന് ഇപ്പൊ കണ്ടാൽ മതി. അല്ല, കാണുന്നതിന് മുന്നേ നമുക്ക് ഒരാളെ പറ്റി ഒരു ഇത്രയും കമ്പനി ആവുന്നതിന് മുന്നേ നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല, മനസ്സിലാ. അങ്ങനെ നസ്രിയ ചേച്ചീനെ കാണുന്നതിന് മുന്നേ എന്തായിരുന്നു മനസ്സിലുള്ള ഒരു ഇമേജ് നസ്രിയ, അല്ലെങ്കിൽ ഒരു ആസ് ആക്ട്രസ് എന്ന നിലയില്? ആക്ട്രസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്. താങ്ക് യു. നമ്മൾ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഓം ശാന്തി ഓശാനയും നേരം ഇതൊക്കെ ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പേ ഇത്രയും പ്രായമുള്ളതുകൊണ്ട് ഞാൻ കുഞ്ഞുനാള് മുതലേ കാണുന്ന ഒരാളാണ് ആസ് ആൻ ആക്ട്രസ്. അപ്പൊ അന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഞാൻ സിനിമയിൽ വരുമെന്നോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നോ. അങ്ങനെ അതായത് അത്രയും സീനിയർ ആയിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാളുടെ കൂടെ അങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളതല്ല. സോ ഐ ഫീൽ ലക്കി. അല്ല, പക്ഷെ അല്ലാതെ റിയൽ ലൈഫിലുള്ള ക്യാരക്ടറിനെ കുറിച്ച് മൊത്തത്തിൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ നേരത്തെ പറഞ്ഞ പോലെ കാണുമ്പോൾ പിന്നെ കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. സുഷിനാണെങ്കിലും ശ്യാമേട്ടനാണെങ്കിലും ഇവരൊക്കെ എപ്പോഴും പറയുമായിരുന്നു നിങ്ങൾ രണ്ടും ഒരേപോലെയാണല്ലോ എന്നുള്ളത്. നിങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യണം എപ്പോഴും പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് സിനിമകളൊക്കെ അങ്ങനെ ആലോചിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയം സാഹചര്യമൊക്കെ സംഭവിച്ചത്, നല്ലൊരു സ്ക്രിപ്റ്റിലേക്കൊക്കെ എത്തിയത്. അപ്പൊ പിന്നെ നമ്മള് രണ്ടുപേരുടെയും സ്വഭാവത്തിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. അത് കണ്ടായിരുന്നു. എനിക്ക് ഇന്റർവ്യൂ കൊറേ സിമിലർ. ഇപ്പൊ സുഷിൻ ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കല്യാണത്തിന് ചോറ് വാരി കൊടുത്ത കാര്യമാണോ നിങ്ങൾ എല്ലാരും പ്ലാൻ ചെയ്ത് ഒരുമിച്ച് 15ാമത്തെ വരുന്നത്? നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരേ വീഡിയോ ആയതുകൊണ്ട് ചോറ് വാരി കൊടുക്കുന്നു. ആ സ്നേഹം രണ്ടുപേർക്കും വാരി കൊടുക്കുന്നു. അപ്പൊ ആ ഒരു സ്നേഹ വാത്സല്യം എനിക്ക് ഇതുവരെ വാരി തന്നെ ഞാനെല്ലാം വാരി കഴിക്കാറ്. ഞാൻ കൈ ഇടുന്നു വാരി കൊടുക്കേണ്ട വന്നിട്ടില്ല. ആവശ്യം ചാൻസേ ഇല്ലല്ലോ. ഞാൻ ബേസിക്കലി ചോറ് കഴിക്കാറില്ല. ചോറ് ഇസ് കാർബ്. ഡയറ്റ് കോൺഷ്യസ്. അത് നമ്മള് ഗീ റൈസും ചിക്കൻ കറി അടിച്ചോണ്ടിരിക്കുമ്പോ കൊള്ളാവോ അന്ന് എനിക്ക് ഇച്ചിരി തരാനായിട്ട്. ഓക്കെ, അപ്പൊ ആ വീഡിയോയില് അത്രയും ഒരു ബോണ്ടിങ് ആണല്ലോ നിങ്ങളുടെ കാണിക്കുന്നതും. ഒരുപാട് പേര് പല കട്ടിലായിട്ടും പല സോങ്സിലൊക്കെ ആയിട്ട് ആ വീഡിയോ കട്ട്സ് അപ്പൊ നിങ്ങളുടെ ഇടയിൽ ഒരു ടോക്ക് ആയി കാണില്ലേ, നീ ഇന്ന് 2:30 പോകണ്ട, ഞാൻ എന്ത് ചെയ്യും, ചളി ആരുടെ കൂടെ സൈലൻസ് നിങ്ങള് ബാക്കി ഞാൻ ബാക്കി എന്താ ഞാനും എന്താ പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ ഒരു ടോക്കായി മാറുന്നുണ്ടോ? അല്ല അതൊക്കെ കഴിഞ്ഞു. ചോദ്യം കഴിഞ്ഞായിരുന്നു. നിങ്ങളുടെ ഇടയിൽ ആ ഒരു ടോക്ക് ആവില്ലേ? നിങ്ങളപ്പം ലൈക്ക് ഒരു നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എടാ ഇത് ഇത്രയും കട്ട്സ് ഒക്കെ ഇറങ്ങി ഇത്രയും പേര് ഇങ്ങനെ സംസാരിച്ചിട്ടേ എങ്ങനെയുണ്ടായിരുന്നു വെഡിങ്സും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? വെരി പ്രൈവറ്റ്, ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഈ ഭഗത്തേക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻസ് ഒക്കെ ചേച്ചി എങ്ങനെയാണെങ്കിൽ എന്റെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാം എല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. അത് പിന്നെ എപ്പോഴും ലൈക്ക് അപ്ഡേറ്റഡ് ആണ്. ഹീസ് വൺ ഓഫ് ദ മോസ്റ്റ് അപ്ഡേറ്റഡ് പീപ്പിൾ. ലൈക്ക് എല്ലാം അറിയാം. അത് മലയാളത്തിൽ നടക്കുന്ന മാത്രമല്ല ബാക്കിയുള്ള ലാംഗ്വേജസും ഒക്കെ. ഐ ഡോണ്ട് നോ ഹൗ ഹി മാനേജ് ടു ഡു ഇറ്റ്. പക്ഷെ ഭയങ്കര അപ്ഡേറ്റഡ് ആണ് ആക്ച്വലി. സോഷ്യൽ മീഡിയയില് മറ്റേ എസ്കേപ്പ് അടിച്ച് നടക്കുന്നതേ ഉള്ളൂ. ഷീ നോസ് വാട്ട്സ് ഹാപ്പനിങ്. അല്ലെങ്കിൽ
എല്ലാം. നിങ്ങളുടെ ഒരു ലവ് ലാംഗ്വേജ് എങ്ങനെയാണ്? നിങ്ങളുടെ ഒരു ഫ്രീ ടൈം ഒക്കെ സ്പെൻഡ് ഇപ്പൊ ഈ ഫഹദിനെ പറ്റി പറയാത്തതായിട്ട് ആരും ഇല്ലാന്ന് തോന്നുന്നു ഈ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ. എവിടെ ചെന്നാലും മലയാളികളുടെ അഭിമാനം ഫഹദ് ഫാസിൽ. അപ്പം ആസ് എ വൈഫ് അല്ലെങ്കിൽ അത് ഓഫ് കോഴ്സ് പ്രൗഡ് മൊമെന്റ് ആയിരിക്കും എവിടെ ചെന്നാലും ആളുടെ ക്വസ്റ്റ്യനും പറഞ്ഞ ആൻസറും പറഞ്ഞു. അവരൊറ്റ വാക്കിൽ ഒതുക്കിയാലോ. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഫ്രീ ടൈം നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ? നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഭയങ്കര ഇഷ്ടമാണ്, രണ്ടുപേർക്കും ഇഷ്ടമാണ്. റോഡ് ട്രിപ്സ് ആണെങ്കിലും ലൈക്ക് അല്ലെങ്കിൽ വി ലവ് ട്രാവലിംഗ്. സോ ദാറ്റ് ഈസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് ചെയ്യുന്നതാണ്. പോകുമ്പോ ഓറിയനെയും കൂടെ കൊണ്ടുപോകുമോ? പറ്റുന്ന സ്ഥലങ്ങളിൽ ഓറിയനെ കൂടെ കൊണ്ടുപോകും. ഓക്കെ, ഞാനൊരു വീഡിയോ ബൈറ്റ് ബേസിലേട്ടനെ കാണിക്കാം. എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ അഭിനയിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഏത് വലിയ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും ബേസിൽ ജോസ് അഭിനയിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അത് കണ്ടിട്ടേ ബാക്കിയുള്ള പടം. അങ്ങനെ അഭിനയിച്ച എന്തെങ്കിലും ആ പടത്തിൽ എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും ഒരു നമ്മൾ കണ്ടോണ്ട് അങ്ങനെ അഭിനയം. ഈ ഇടയ്ക്ക് ഒരു പൃഥ്വിരാജിന്റെ കൂടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഗുരുവായൂർ. എന്തൊരു അഭിനയല്ലേ, ഭയങ്കര. എനിക്ക് ഭയങ്കര നമ്മൾ അറിയാതെ നമ്മളെ അതായത് ചിരിക്കില്ല, നമ്മുടെ മനസ്സിന്റെ അകത്തൊരു ഭയങ്കര സന്തോഷം തോന്നും അങ്ങനെ അഭിനയം കാണുമ്പോ. എന്റെ എപ്പോഴത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനയമുള്ളത് ബേസിൽ ജോസാണ്. അങ്ങനെ അത് വേണ്ട, കഥയൊക്കെ നോക്കണം. ബേസിൽ ജോസഫ് മാത്രം റിയാക്ട് ചെയ്യാൻ സമയം വേണം അല്ലേ? അതിനല്ലേ എന്നോട് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും വിലയില്ലെന്നേ ഉള്ളൂ. കണ്ടോ വിവരമുള്ളവർ സംസാരിക്കുന്നുണ്ടോ? ഈ ക്ലിപ്പ് ഇപ്പോഴാണോ ഫസ്റ്റ് ടൈം ആണോ? ഇല്ല, ഞാൻ കണ്ടായിരുന്നു, എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പകുതി ടൈം ഇൻസ്റ്റാഗ്രാമിൽ ഇവന്റെ സ്വന്തം വീഡിയോ. ഇത് എന്റെ സ്വന്തം വീഡിയോ അല്ല, അത് എന്നെ കുറിച്ചോ അല്ലെങ്കിൽ നിന്നെ പറ്റിയോ? ഷീലാമിനെ പറ്റിയുള്ള അത്രയും ഒരു ലെജൻഡറി ആക്ട്രസ് ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ആ വീഡിയോ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഓക്കെ എന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര എക്സ്പ്രഷൻ. ഇതൊന്നും അല്ലായിരുന്നു. ബേസിൽ ജോസഫ് കേൾക്കുമ്പോഴേ ഭയങ്കര സന്തോഷം. അതൊക്കെ ഇല്ലേ? ഇതൊന്നും അല്ലായിരുന്നു പറഞ്ഞു. അതല്ല, ഞാനാണല്ലോ ഇന്റർവ്യൂ ഫേസിൽ കാണുന്ന ഒരു നമുക്ക് അപ്പൊ ഇത് ക്യാമറ വരുമ്പോ വേറെ രീതിയിലാണ് വരുന്നത്. എന്താണ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായി. ഓക്കെ ഓക്കെ, എന്തായിരുന്നു അപ്പൊ ചോദ്യം? എന്താ ഞാൻ ചോദിച്ചത്? ഇത് കാണുമ്പോ സന്തോഷം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഷീല ചേച്ചിനെ പോലുള്ള പിന്നെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് നമ്മുടെ പേരൊക്കെ തന്നെ അറിയുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇത്രയും ഇവളെന്ന് പേരും അറിയാൻ സാധ്യതയില്ല. മറ്റേ ആ പെങ്കൊച്ചോട്ടല്ലോ എന്നൊക്കെ ആയിരിക്കും പറയാ. ചിലപ്പോ പേരൊന്നും അറിയാൻ സാധ്യതയുണ്ടാവില്ല. നിന്നോട് ചോദിച്ചത് ഇപ്പൊ ഈ ഗുരുവായൂരമ്പല നടയിൽ എടുക്കുവാണെങ്കിൽ അതിന് മുന്നേ കൂടയിലൂടെ പൃഥ്വിയേട്ടനും നസ്രിയ ചേച്ചിയുടെ ആ ഒരു കോംബോ ഭയങ്കര, എല്ലാരും ഒരു ബ്രദർ സിസ്റ്റർ അങ്ങനത്തെ ഒരു ഫീല് ഭയങ്കര ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയതാണ്. പിന്നെ ഇതേ ഗുരുവായൂരമ്പല ഇപ്പൊ ഇവരായി അളിയൻ വേഴ്സസ് അളിയൻ. ആ ഒരു പൃഥ്വിക്ക് എത്ര കാര്യമൊന്നുമല്ല, എന്നെയാ നല്ല കാര്യം. ചേച്ചിനെയാണോ കാര്യം? അതിപ്പോ ഇവിടെ അപ്പൊ എങ്ങനെയാണ് ചോദ്യം ചോദിച്ചോട്ടെ. അപ്പൊ ഞാൻ ചോദ്യം വരുന്നതിന് മുന്നേ അപ്പൊ നിങ്ങൾ രണ്ടുപേരും പൃഥ്വിയേട്ടനായിട്ട് നല്ലൊരു കോംബോ ഹിറ്റ് അടിച്ച ആൾക്കാരാണ് അല്ലെ? ഇപ്പൊ ഗുരുവായൂർ ആയിക്കോട്ടെ കൂടെ ആയിക്കോട്ടെ. അപ്പം ഇത് പറഞ്ഞ പോലെ തന്നെ നിങ്ങള് ഇത് തന്നെ ഒരു ക്വസ്റ്റ്യൻ കറങ്ങി തിരിഞ്ഞ് ഞാനൊരു 10 മിനിറ്റ് മുമ്പ് അത് രാജേട്ടനോട് ചോദിച്ചോ എന്നെയല്ലേ പക്ഷെ കൂടുതൽ ഒരു വൈബ് തോന്നിയേക്കുന്നേന്ന്? എനിക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. എന്റെ തന്നെയാണ് ഭയങ്കര പെങ്ങളാണല്ലോ. ഇത് അളിയനാണല്ലോ, അത് മാറിക്കൊണ്ടിരിക്കുമല്ലോ. നീ പെങ്ങളും അപ്പൊ ഞാൻ അളിയനുമാണെങ്കിൽ നമ്മളാണോ? കണ്ട ഇത്രേ ഉള്ളു ബുദ്ധി. എഞ്ചിനീയറാ. ഓക്കെ, ബേസിലായിട്ട് ഇനി മൂവീസ് ഒക്കെ ഡയറക്ഷനിലേക്കൊക്കെ ഇനി വരാൻ നേരത്ത് സ്വന്തം മൂവിയിൽ നസ്രിയ ചേച്ചിനെ നായികയാക്കോ? സംശയം. ഇല്ല, ആക്ച്വലി ഞാൻ ഒരു സിനിമ അങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു, ഡയറക്ട് ചെയ്യുന്ന സിനിമ. ഓക്കെ, പിന്നെ അവൻ തന്നെ ക്യാൻസൽ ചെയ്തു. വേണ്ടെന്ന് വെച്ച് വേണ്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ല ആരെങ്കിലും കിട്ടിയിട്ട് ചെയ്യാം എന്നുള്ള അവരങ്ങനെ എഴുതുവേ. നീ ഉള്ളത് പറഞ്ഞേ.
അല്ല പിന്നെ അത് വേറെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം അതൊന്ന് ഞാൻ അത് ചെയ്യും. ഇവനെ കൊണ്ട് അത് പൊങ്ങൂലെന്ന് അവന് ഈ മനസ്സിലായി. സൂക്ഷ്മദർശിനിയിൽ ആദ്യം കുഞ്ചാക്കോ ബോബൻ ആൻഡ് ഗ്രേസ് ആന്റണി ആയിരുന്നു നിങ്ങളുടെ ആദ്യം കാസ്റ്റ് ചെയ്തത്. വേറെ 1-2 കാസ്റ്റിംഗ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആക്ച്വലി. ഇത് പറഞ്ഞപ്പോഴാണ് പ്രണവ് മോഹൻലാൽ ആയിട്ട് ഒരു കോമഡി റൊമാൻറ്റിക് പടം നസ്രി ചേച്ചി ചെയ്യാൻ പോകുന്നു എന്ന് ഒരു യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. സത്യമാണോ അത്? ആണോ? അങ്ങനെ ഞാൻ അല്ല അല്ല അങ്ങനത്തെ ഒരു ഡിസ്കഷൻസും കാര്യങ്ങളും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു കുട്ടി ഗെയിമിലേക്ക് കൊണ്ടുപോവാണ്. ഇത് ചോദ്യം ചോദിക്കുമ്പോൾ ബേസിലേട്ട് നസ്രി ചേച്ചി ആയിട്ട് ആൻസർ പറയണം. യു ആർ നസ്രിയ ആൻഡ് നസ്രിയ ചേച്ചി ബേസിലാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഫസ്റ്റ് ബേസിലേട്ടനോടാണ്. അപ്പൊ നസ്രിയാണ് കേട്ടോ പുള്ളി കയറിയിരിക്കുന്നത്. ആരാ? നസ്രിയ. ഓക്കെ, ഒരു സ്ക്രിപ്റ്റ് pronounce my name correct, very good. ഓക്കെ. എന്താ സാധാരണ എല്ലാരും എന്താ പറയാ? നസ്രാണി, നസ്രിൻ, ഞാൻ കുറച്ച് പറയട്ടെ, സമയമില്ല നമുക്ക്. ഒരു നസ്രിയ എന്ന് പറയും. But it's Nasriya. ഒരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക? നസ്രിയായിട്ട് ഉത്തരം പറയണേ. അതിന്റെ സ്റ്റോറി ബേസിക്കലി ഓക്കെ, കഴിഞ്ഞ ഒരു 2-3 സീരീസ് അങ്ങനെ തന്നെ പറയണം അല്ലേ? അങ്ങനെ supposed to be funny. You can സീരിയസ് അല്ല. അല്ല, സീരിയസ് ആയിട്ടല്ല. സീരിയസ് ആയിട്ട് ഇരിക്കേണ്ട അടുത്ത് അവൻ തമാശ അടിക്കുകയും തമാശ അടിക്കേണ്ട സ്ഥലത്ത് നമ്മൾ സീരിയസ് ആവുകയും ചെയ്യും. That's our brain. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ആക്ഷൻസും കാര്യങ്ങളും നസ്രി ചേച്ചി പറയുന്ന പോലെ. ഓക്കെ, ഒരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക? നസ്രിയാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അല്ല സീരിയസ് ആയിട്ട് തന്നെ ഇതിന് ഉത്തരം പറയാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഇച്ചിരി കറക്റ്റ് ഫ്ലോയിൽ വന്നതാ. പോണ്ടേ ലഞ്ചൊക്കെ അടിച്ചിട്ട്. നല്ല കഥയാണോ നോക്കാം. ഓക്കെ, ഈ കഥയൊക്കെ സെലക്ട് ചെയ്ത പോലെ തന്നെയാണ്. പിന്നെ ഓപ്പോസിറ്റ് ബേസിലാണെങ്കിൽ അത്രയും സന്തോഷം. ഐ ലവ് ബേസിൽ സോ മച്ച്. ഒരു നടി ആയിട്ടാണോ അതോ ഒരു പ്രൊഡ്യൂസർ ആയിട്ടാണോ കൂടുതൽ കംഫർട്ടബിൾ? ഇവനല്ലേ പറയണ്ടേ? പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ. എന്തുകൊണ്ട്? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. തമാശ വേണമെന്നല്ലേ പറഞ്ഞു. സീരിയസ് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ചില സത്യങ്ങളൊക്കെ നിന്റെ മനസ്സിലെ അഭിപ്രായങ്ങളുണ്ട്. ഓക്കെ, സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്ന പൈസയും കൊണ്ട് ആദ്യം എന്തൊക്കെ ചെയ്യും? ഇവനാണല്ലോ എന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അല്ല, ഫണ്ണി ആൻസേഴ്സ് പോലെ നസ്രി കോമൺ ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യാത്ര പോവും. ഓക്കെ, 2 ആഴ്ചയൊക്കെ ചിലപ്പോ ഞാൻ എവിടെയെങ്കിലും യൂറോപ്പിലൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ 2 മാസമൊക്കെ നിന്നിട്ട് വരും. I have a lot of money. എനിക്കൊന്ന് ഒരാഴ്ച അല്ല എനിക്കല്ല സോറി ബേസിൽ നിന്ന് ഒരാഴ്ച ജോർജിയയിൽ പോയിട്ട് ഒരാഴ്ചയൊക്കെ നിൽക്കാനുള്ള അപ്പോഴേക്കും അക്കൗണ്ട് കാര്യമായി തിരിച്ചു മൂക്കടിച്ച് പൊട്ടിക്കുന്ന കണ്ടല്ലോ അല്ലേ എല്ലാരും ലൈഫ്. ബേസിന്റെ കൂടെ അയ്യോ ഒരാൾ കൊല്ലില്ല ചുമന്ന് അത് മേക്കപ്പ് അതിങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോ ലിപ്സ്റ്റിക് അല്ല ചിലവർക്ക് നല്ല നല്ല സ്കിന്നുള്ളവർക്ക് അറിയൂല. ബേസിന്റെ കൂടെ സൂക്ഷ്മദർശിനി ബേസിന്റെ കൂടെ സൂക്ഷ്മദർശിനിയിൽ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ഓ എന്തൊരു കിടില്ല ഭയങ്കര ബേസിൽ ആക്ടർ എന്നുള്ള രീതിയിലാണെങ്കിലും as a person, oh my god, Nazriya, that guy, oof, crazy. What a guy, actually crazy. What an actor. Okay, last question ആണ് as an what an actor. ഓക്കെ, ഫഗത്തിന്റെ ആവേശം തെലുങ്കിൽ റീമേക്ക് ചെയ്യുമ്പോൾ രംഗണ്ണനായിട്ട് ഏത് നടൻ അഭിനയിക്കണമെന്നാണ് ആഗ്രഹം? ഇവൻ പറയുന്നത് എന്തായാലും നസ്രിയ ആയിട്ടാണ് ഞാൻ പറയുന്നത്. തെലുങ്കിൽ റീമേക്ക് ചെയ്യുമ്പോഴോ? രംഗണ്ണനായിട്ട് ഓൾറെഡി ഒരു നടൻ ഇല്ലേ അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ലേ? ഇല്ല. നസ്രിയുടെ ഒരു ആഗ്രഹം, നസ്രിയുടെ ഒരു ആഗ്രഹം പറഞ്ഞാൽ മതി. നാനി.
ഞാന്. Because we are co-stars also, we are also good friends. Okay. So I think Oh, he's Nazriya. Nazriya. ഞാനും നാനി അൻടെ സുന്ദരാനി ചെയ്തപ്പോ തൊട്ടുള്ള നല്ല റിലേഷൻ ഉണ്ട്. സോ യാ സോ Okay. ആസ് എ പ്രൊഡ്യൂസർ റിലേഷൻഷിപ്പ് വെച്ചല്ല കേട്ടോ, by the way. അതെല്ലാം നിന്നെ വിളിക്കാതിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞിരിക്കുന്നു. ഇനി നസ്രിയ ചേച്ചി ബേസ്ലൈറ്റിനായിട്ട് ആൻസേഴ്സ് പറയാം. ഇത്രയും ചീപ്പ് എനിക്ക് ആവാൻ പറ്റുമോ? ഐ ട്രൈ. ഓക്കെ, ട്രൈ ചെയ്യാലോ. സിനിമ സംവിധാനവും അഭിനയവും ഇത് രണ്ടും എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ മാനേജ് ചെയ്യുന്നില്ലല്ലോ, ഞാനിപ്പോ കുറെ കാലമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നില്ലല്ലോ, അപ്പം എനിക്ക് മാനേജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആക്ടറായിട്ട് മാത്രമാണ് ഞാനിപ്പോ ജീവിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഒട്ടും മാനേജ് ചെയ്യുന്നില്ല. അത് നല്ലത്. ഇനി ഉടനെ തന്നെ ഒരു അടുത്ത പടം തമാശയാണ് എല്ലാം. ഉടനെ തന്നെ അടുത്ത പടം നമുക്ക് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കണ്ട, അഭിനയിക്കുന്ന പടങ്ങളുണ്ട്. ഹിന്ദിയിൽ ഇപ്പൊ ഒരെണ്ണം ഡയറക്റ്റ് ചെയ്യാൻ പോകും. ഞാൻ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്നു. രണ്ടും കൽപ്പിച്ചു. ഞാൻ ഇത്ര ദേഷ്യമൊന്നുമില്ല, ഞാൻ ഉത്തരം പറയാം. ഇങ്ങനെ വേണം, കണ്ടോ? നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം, അല്ലാതെ അപ്പുറത്തെങ്ങനെ മാറി. അല്ലാതെ ഇന്റർവ്യൂ ഞാൻ അത് ആൻസർ ചെയ്യട്ടെ. നസ്രയുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ നസ്രയുടെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അഡോപ്റ്റ് ചെയ്തത്? എനിക്ക് ഇന്ന് ലൈഫിലുള്ള എല്ലാ ക്വാളിറ്റിയും ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ പോലെ ആയിരുന്നു. എനിക്ക് ഒരു വിവരവും കുറച്ച് അത്ര ഒരു സെൻസിബിലിറ്റി ഉള്ള ആളല്ലായിരുന്നു. ടുഡേ ഐ ഹാവ് സം ടേസ്റ്റ്, സം ഗുഡ് വിവരം. നസ്രയുടെ ഏത് ക്വാളിറ്റിയാണ് ബേസിലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ചളിയിടി. ഓക്കെ, ബേസിലേട്ടാ ഞങ്ങളെ നേരിട്ട് ശരിക്കും നോക്കുകയാണ്. പാല് ഒടിഞ്ഞു ശരിക്കും വേനുണ്ടോ? ചെറുതായിട്ട് ഇത് പെട്ടെന്ന് പോയിട്ട് കണ്ണാടിയിൽ ഇവിടുന്ന് ഇറങ്ങിയിട്ട്. ബേസിലേട്ടാ ഞങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ആ ചിരിയില്ലേ, ബേസിലേട്ടനെ മാറ്റണം. ഓക്കെ, ഫോട്ടോസ് ഇനി ചെയ്യാനുള്ള രൺവീർ സിംഗിനോടൊപ്പമുള്ള സിനിമ ഞങ്ങൾക്ക് എപ്പോ പ്രതീക്ഷിക്കാം? നിങ്ങൾ പ്രതീക്ഷിച്ചോ, നിങ്ങളുടെ സൗകര്യത്തിന് എപ്പം വേണമെങ്കിലും. അത് നിങ്ങളുടെ കയ്യിലുള്ള സാധനമല്ലേ, പ്രതീക്ഷിച്ചോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നസ്രയുടെ ഏത് സിനിമയിലെ പെർഫോമൻസ് കണ്ടിട്ടാണ് ചേട്ടന് ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഒരു പടം ഇന്നും ഇറങ്ങിയിട്ടില്ല. എന്നെ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള പടം നിർബന്ധിച്ചാൽ ഞാൻ വേണമെങ്കിൽ ഓം ശാന്തി ഓശാനെന്ന് പറയാം. അല്ലാതെ ഇൻസ്പിറേഷൻ എനിക്ക് തോന്നുന്നു നസ്രിയയുടെ ക്യാരക്ടറാണ് എന്നെ കുറച്ചുകൂടി ഇൻസ്പയർ ചെയ്തത് ദാൻ യുനോ her films. Personality. അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഫാൻ ആയതുകൊണ്ട് കിടത്തി വെട്ടുന്നൊന്നും ഓർമ്മില്ലേ? ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയല്ലേ, സത്യമായിട്ട് ഞാൻ ഫാനാ. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ സൂക്ഷ്മദർശിനി മൂവി റിലീസ് ആവാൻ പോവുകയാണ് നവംബർ അല്ലേ, 22nd. ഓക്കെ, അപ്പൊ ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പൊ ഗ്രേറ്റ് സക്സസ് ആകട്ടെ, ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി എല്ലാവരും കാണണം. ഓക്കെ, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Thank you so much. താങ്ക് യു.